ഇപ്പോൾ വരുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം കെഎസ്ആർടിസി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു എന്ന വാർത്ത വരികയാണ്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരുന്നത്. നമുക്ക് നേരത്തെ വിവരങ്ങൾ ലഭിച്ചിരുന്നത് ഈ 34 പേരാണ് ഈ ബസ്സിലുണ്ടായിരുന്നതെന്നും അവരെ എല്ലാവരെയും രക്ഷിക്കാനായി എന്നും വലിയ പരിക്കുകളില്ല എന്നുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദുഃഖകരമായ വാർത്ത പുറത്തുവരുന്നു. 3 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നു. വളരെ താഴ്ചയിലേക്കാണ് ആ ബസ് മറിഞ്ഞത്. 34 പേരടങ്ങുന്ന സംഘമാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്നത്. അവിടെ രക്ഷാപ്രവർത്തനമൊക്കെ കൃത്യസമയത്ത് നടത്താൻ പറ്റി എന്നായിരുന്നു നമുക്ക് നേരത്തെ വിവരം ലഭിച്ചതെങ്കിൽ ഇപ്പോൾ 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. 2 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് മരിച്ചതെന്ന് അറിയുന്നു. പി എ സാഗർ വിവരങ്ങളുമായി ചേരുന്നു. സാഗർ, എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? സാഗറിലേക്ക് വരാം. എന്തായാലും ഇപ്പോൾ അതിദുഃഖകരമായ വാർത്ത വരുന്നു. നമ്മൾ നേരത്തെ ആ വാർത്ത എടുത്തപ്പോൾ 34 പേരും രക്ഷപ്പെട്ടു എന്ന വിവരമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. അത് ഏറെ ആശ്വാസകരവുമായിരുന്നു. ഇത്രയും താഴ്ചയിലേക്ക് ആ ബസ് മറിഞ്ഞിട്ടും ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല, ഗുരുതര പരിക്കില്ല എന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ മാവേലിക്കര സ്വദേശികളായ 3 പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ്. പുല്ലുപാറയ്ക്ക് സമീപമാണ് ഈ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞത്. കെഎസ്ആർടിസി ബസ്സാണ്. തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘമാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. നേരത്തെ യാത്രക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. കൂടുതൽ ആളുകളെയും വലിയ പരിക്കൊന്നുമില്ലാതെ പുറത്തെടുത്തു എന്നായിരുന്നു ആ സമയത്ത് നമുക്ക് ലഭിച്ച വിവരം. വിനോദയാത്ര പോയി മടങ്ങിയെത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വളവിൽ വെച്ച് ബസ് നിയന്ത്രണം വിട്ട് 30 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നാണ് വിവരം. പി എ സാഗർ ചേരുന്നു. സാഗർ, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇപ്പോൾ ഇവിടുന്ന് ലഭ്യമാകുന്ന വിവരം, ഇവിടെ ഈ അപകടത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാവേലിക്കര സ്വദേശികളായ 2 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് മരണപ്പെട്ടതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇവരെ മുണ്ടക്കയത്തും പീരുമേടുമുള്ള താലൂക്ക് ആശുപത്രികളിൽ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചു. ഇവരിൽ 3 പേരുടെ നില ആദ്യമേ തന്നെ ഗുരുതരമായതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അവരാണ് ഇപ്പോൾ മരണപ്പെട്ടതായി അറിയിപ്പ് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് മാവേലിക്കരയിൽ നിന്നും വിനോദയാത്ര പോയി മടങ്ങിയ സംഘം സഞ്ചരിച്ച കെഎസ്ആർടിസി ബസ്സാണ് കൊക്കയിലേക്ക് മറിഞ്ഞ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടായത്. 34 പേരടങ്ങുന്ന സംഘം തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയി ഇന്ന് രാവിലെ തിരികെ വരികയായിരുന്നു. ഈ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും ഇടയിൽ പുല്ലുപാറ എന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രദേശം വളവും തിരിവും നിറയുള്ള ഒരു സ്ഥലമാണ്. ഇതിന്റെ ഒരു ഭാഗം കൊക്കയാണ്. ഇവിടേക്കാണ് ഈ ബസ് മറിഞ്ഞത്. 30 അടിയോളം താഴ്ചയിലേക്കാണ് ബസ് അപകടത്തിൽ 30 അടി താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ഉടൻ തന്നെ മുണ്ടക്കയത്ത് നിന്നും പീരുമേട് നിന്നൊക്കെ ഫയർഫോഴ്സ് സംഘവും ഹൈവേ പോലീസ് സംഘവും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ബസിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാൻ ഇടയായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ വിവരം ഡ്രൈവർ മറ്റ് യാത്രക്കാരോട് പറഞ്ഞിരുന്നു ബ്രേക്ക് നഷ്ടമായെന്ന്. ഉടൻ തന്നെയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ 30 അടി താഴ്ചയിലേക്ക് ബസ് പോയപ്പോൾ തന്നെ മരങ്ങളിൽ തട്ടി ബസ് നിൽക്കുകയായിരുന്നു. അതിനാൽ തന്നെ അതിലുണ്ടായിരുന്ന കുറച്ച് യാത്രക്കാർ റോഡിലേക്ക് കയറി നിന്ന് മറ്റു വാഹനയാത്രക്കാരെ അറിയിച്ചാണ് അപകടം ഉണ്ടായ വിവരം അറിയിച്ച് തുടർന്നാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. എന്തായാലും 3 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അശ്വതി. സാഗർ, അതാണ് ഈ 2 ജീവനക്കാരും ബാക്കിയുണ്ടായിരുന്ന ആളുകൾ 36 പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സാഗർ പറഞ്ഞ പോലെ 30 അടി താഴ്ച എന്ന് പറയുമ്പോൾ അത് ബസ് അത്രയും തവണ മലക്കം മറിഞ്ഞായിരിക്കും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാവുക. വലിയൊരു അപകടമാണ്. ഇപ്പോൾ 3 പേർ മരിച്ചു എന്ന വാർത്ത വരുന്നു. ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം നടക്കാൻ കഴിഞ്ഞു. ഈ ബസ്സിലുണ്ടായിരുന്നവർ തന്നെ മുകളിലേക്ക് എത്തി ആളുകളെ അറിയിക്കുകയായിരുന്നു, അല്ലെ, വിവരം അറിയിക്കുകയായിരുന്നു. തീർച്ചയായും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് ഈ 34 യാത്രക്കാരും 2 ജീവനക്കാരും ഉൾപ്പെടെയുള്ള സംഘം വിനോദയാത്രയ്ക്കായി പുറപ്പെട്ടത്. ഇവർ അവിടെ സന്ദർശിച്ച് തിരികെ വരും വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വഴി, ഈ കുട്ടിക്കാനം മുണ്ടക്കയം ഈ പുല്ലുപാറ എന്ന് പറയുന്ന വഴി ഇപ്പോൾ മണ്ഡലകാലം ആരംഭിച്ചതിനാൽ തന്നെ അധികം തിരക്കുള്ള ഒരു റോഡാണ്. ഈ വഴി ഇടുക്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതായത് പ്രത്യേകം ഈ പുല്ലുപാറ തുടങ്ങിയ ഭാഗങ്ങളിൽ പ്രത്യേകത റോഡിന് നിറയെ വളവും ഇറക്കങ്ങളും ഉള്ള ഒരു പ്രദേശമാണ്. പരിചിതമല്ലാത്ത ഒരു ഡ്രൈവിംഗിൽ ഇത്തരത്തിൽ വ്യാപകമായ ഒരു അപകടം സംഭവിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടം. ഒരു റോഡിന്റെ ഒരു ഭാഗം അഗാധമായ ഒരു കൊക്കയാണ്, നിറയെ ഒരുപാട് താഴ്ചയുള്ള ഒരു കൊക്കയാണ്. ഈ കൊക്കയിലേക്കാണ് ഈ ബസ് മറിഞ്ഞ് അപകടത്തിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരമെങ്കിലും
ഈ ഭാഗത്ത് വളവുകളും തിരിവുകളും അനേകം ഉള്ളതിനാൽ തന്നെ പരിചയക്കുറവുള്ള ഡ്രൈവർമാരുടെ ഒരു അശ്രദ്ധയും മറ്റും ഇവിടെ അപകടം നിത്യേന ഉണ്ടാകാറുള്ള ഒരു മേഖല കൂടിയാണ് ഇവിടെ. എന്തായാലും ഇന്ന് അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ ഈ ബസ്സിൽ നിന്നുള്ള യാത്രക്കാർ തന്നെ പുറത്തേക്ക് ഇറങ്ങിയാണ് അപകടം നടന്ന വിവരം മറ്റ് വാഹനയാത്രക്കാരെ അറിയിച്ചതും തുടർന്ന് രക്ഷാപ്രവർത്തനം നടത്താനായതും. ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാവരെയും തന്നെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞെങ്കിലും 3 പേരുടെ നില ആദ്യം തന്നെ ഗുരുതരമായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരും പോലീസും വ്യക്തമാക്കുന്നത്. ആ 3 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ബാക്കിയുള്ളവരെല്ലാം തന്നെ പീരുമേടും മുണ്ടക്കയത്തുമുള്ള ജില്ലാ ആശുപത്രികളിൽ. സാഗർ, അവരുടെയൊക്കെ നില എങ്ങനെയാണ്? ഈ 36 പേരുണ്ടായിരുന്നിടത്ത് 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? മറ്റുള്ളവരുടെ യാത്ര ഗുരുതരമല്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എല്ലാവർക്കും തന്നെ ചെറിയ തോതിലുള്ള പരിക്കുകളുണ്ട്. കാരണം നമുക്കറിയാം ഈ ബസ് റോഡിൽ നിന്നും ഇത്രയും 30 അടി താഴ്ചയിലേക്ക് മറിയുമ്പോൾ തന്നെ ബസ് വട്ടം മറിഞ്ഞാണ്, ഇതിൽ പലതവണ മറിഞ്ഞിട്ടാണ് ഈ താഴേക്ക് പോയി പതിച്ചത്. ആ ഒരു അപകടത്തിൽ തന്നെ മറ്റുള്ളവർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. മിക്ക യാത്രക്കാർക്ക് തന്നെ സാരമായ ഒരു പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. എന്നാലും ആരുടെയും പരിക്ക് ഗുരുതരമായിട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ 3 പേരുടെ നില മാത്രമാണ് രാവിലെ തന്നെ ഗുരുതരമായി ഉണ്ടായിരുന്നത്. ഇവർ മാവേലിക്കര സ്വദേശികൾ ആണെന്ന് മാത്രം നമുക്ക് ഇവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും പോലീസും മറ്റും സ്ഥലത്തെത്തി മറ്റു നടപടികൾ സ്വീകരിച്ചു വരികയാണ് അച്ഛൻ. ശരി, ഇപ്പോൾ മാവേലിക്കര സ്വദേശികളായ 3 പേർ ആ ബസ് അപകടത്തിൽ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. PS സാഗറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ തഞ്ചാവൂരിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിയാണ്, വിനോദ യാത്രയ്ക്ക് പോയി തിരിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ ഈ വലിയ അപകടമുണ്ടായിരിക്കുന്നത്. ബസ് 30 അടി താഴ്ചയിലേക്കാണ് മറിഞ്ഞിരിക്കുന്നത്. പുല്ലുപാറയ്ക്ക് സമീപമായിരുന്നു അപകടമുണ്ടായത്. KSRTC ബസ്സാണ്. നമുക്ക് ദൃശ്യങ്ങൾ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോയ സംഘം 34 പേരടങ്ങുന്ന സംഘം, 2 ജീവനക്കാരും, അങ്ങനെ 36 പേരാണ് ആ ബസ്സിലുണ്ടായിരുന്നത്. ബസ് വളവിൽ വെച്ച് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞതുകൊണ്ട് തന്നെ ഈ 3 പേരുടെ നില അപ്പോൾ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായി തുടരുകയായിരുന്നു. ഇപ്പോൾ അവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള യാത്രക്കാരുടെ പരിക്ക് സാരമല്ല എന്ന വിവരമാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഈ മരിച്ചവരുടെ പേര് വിവരങ്ങളടക്കം വരും മണിക്കൂറുകളിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളവരെ തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ. 3 പേരും മാവേലിക്കര സ്വദേശികളാണ്. ഒരു സ്ത്രീയും 2 പുരുഷന്മാരുമാണ് മരിച്ചത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ബസ്സിന്റെ നിയന്ത്രണം വിട്ടു എന്നുള്ള കാര്യം യാത്രക്കാരോട് വിളിച്ചു പറയുന്നതിനിടെ തന്നെ ബസ് മറിഞ്ഞു എന്നാണ്, 30 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നാണ് നമുക്ക് നേരത്തെ അവരുടെ പ്രതികരണം ലഭ്യമായിരുന്നു. ആ ബസ്സിൽ നിന്ന് തന്നെ പുറത്തിറങ്ങി നിന്നവരാണ് ഈ മറ്റ് ആളുകളെ ആ വിവരം അറിയിക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. അവരുടെ ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. തഞ്ചാവൂരിന് പോയതാണ് മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് അല്ലേ? മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് കമ്പം തേനി തഞ്ചാവൂർ പോയ 34 പേരിറങ്ങിയ കേരള KSRTCയുടെ ബസ്സാണ്. അതാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആൾക്കാരെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നതാണ്. മാവേലിക്കരയിൽ നിന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടുതലുള്ളവർ കുറേ പേര് കൂടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് രക്ഷിക്കാൻ 34 പേരുണ്ടായിരുന്നു. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇന്നലെ. തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. സ്ഥലം ഇത് പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത്. അതാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ വാക്കുകളാണ്. അവർ തന്നെയാണ് പറയുന്നത്. അവരാണ് പുറത്തെത്തി മറ്റ് ആളുകളെ വിവരം അറിയിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം നടത്താനായതും നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷെ 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. 34 അംഗ സംഘമാണ് തഞ്ചാവൂരിലേക്ക് പുറപ്പെട്ടത്. മാവേലിക്കര ഡിപ്പോയിൽ നിന്നുള്ള KSRTC ബസ്സിലാണ് തഞ്ചാവൂരിലേക്ക് യാത്ര പോയത്. യാത്ര പോയി മടങ്ങിയെത്തുമ്പോഴാണ് ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപത്തുനിന്ന് ഈ അപകടമുണ്ടായത്. അവിടെ കൊടും വളവുകളായിരുന്നു എന്ന് നേരത്തെ തന്നെ സാഗർ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. അത്രയും പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ, ഡ്രൈവർമാർ അത്രയും പരിചയക്കുറവുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് അതെന്ന് പറയുന്നു. ഒപ്പം ഈ ബസ്സിന്റെ നിയന്ത്രണം വിട്ടു എന്നുള്ളതാണ്. നിയന്ത്രണം വിട്ട കാര്യം യാത്രക്കാരെ അറിയിക്കുകയും ആ സമയം തന്നെ ബസ് 30 അടി താഴ്ചയിലേക്ക് അറിയുകയുമായിരുന്നു. ബസ്സിൽ നിന്നും പുറത്ത് ഇറങ്ങിയ രക്ഷപ്പെടാനായ ആളുകൾ മുകളിലേക്ക് കയറി വന്നാണ് ബാക്കിയുള്ളവരെ വിവരമറിയിച്ചതും അവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തത്. ഇപ്പോൾ ഒരു സ്ത്രീയും 2 പുരുഷന്മാരും മരിച്ചു എന്ന വാർത്ത അവിടെ നിന്നും പുറത്തു വരികയാണ്.
രമാ മോഹൻ, അരുൺ, ഹരി എന്നീ 3 പേരാണ് മരിച്ചിരിക്കുന്നത്. മാവേലിക്കര സ്വദേശികളായ രമാ മോഹൻ, അരുൺ, ഹരി 2 പുരുഷന്മാരും രമാ മോഹൻ എന്ന സ്ത്രീയും അരുൺ ഹരി എന്ന മറ്റൊരു പുരുഷനും അവരുടെ 2 പേരുടെയും പേര് വരെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. മരിച്ച ഒരാളുടെ കൂടി പേര് ലഭിക്കാനുണ്ട്. എന്തായാലും ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപമാണ് ഈ വലിയ അപകടമുണ്ടായിരിക്കുന്നത്. KSRTC ബസ്, വിനോദസഞ്ചാരത്തിന് പോയ KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞിരിക്കുന്നു, കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.